കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവർ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൃത്യമായി പറയണമെങ്കിൽ 1977 ക്രിസ്തുമസ് തുടങ്ങിയതാണ്. അന്നാണ് എനിക്ക് ആദ്യമായിട്ട്, ഞാൻ ഇപ്പോഴും ഈ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് സമ്മാനിച്ചത്. അപ്പം അന്ന് തുടങ്ങി വായിക്കുന്നുണ്ട്. പിന്നെ അത് നിരന്തരം ഇത് പഴയതും പുതിയതുമായ നിയമങ്ങൾ, അതിൽ പഴയ നിയമം ഒരു 4-5 വട്ടമേ വായിച്ചിട്ടുള്ളൂ. പുതിയ നിയമം എത്ര വട്ടം വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയേറെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും കണ്ണീരും തൊഴുകയോടെ മാത്രമേ യേശുദേവന്റെ ജീവിതം കാണാനും അറിയാനും കഴിയൂ. സാധാരണ ദുഃഖവെള്ളി ഞാൻ എങ്ങും പോകാറില്ല, വീട്ടിൽ തന്നെ ഇരിക്കാറാണ് പതിവുള്ളത്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ബൈബിള് വായിക്കും, സ്ഥിരമായിട്ട് വായിക്കും. അത് കുറേ കൊല്ലങ്ങളായിട്ട് വായിക്കുന്നുണ്ട്. എന്താണ് ഈ ബൈബിൾ എങ്ങനെയാണ് താങ്കളെ സ്വാധീനിച്ചത്? യേശുദേവന്റെ ജീവിതമല്ലേ. യേശുദേവന്റെ ജീവിതം സ്വാധീനിക്കാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? നിങ്ങൾ ഒരു മനുഷ്യന് ഒന്നിനും വേണ്ടിയല്ലാതെ നിങ്ങൾ ലോകത്ത് ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിങ്ങൾ യേശുദേവനെയാണ് കാണുന്നത്. യേശുദേവന്റെ ജീവിതം, ആ ത്യാഗം, അത് ആരെയാണത് സ്വാധീനിക്കാത്തത്? യേശുദേവനാൽ സ്വാധീനിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ അങ്ങനെ കരുതുന്നില്ല. ബൈബിൾ തന്നെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മത്തായിയുടെ സുവിശേഷം, അതിൽ ഗിരിപ്രഭാഷണം. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പം സ്വാഭാവികമായും ഈ പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്തിനിടയിലാണ് ഈ ദുഃഖവെള്ളിയും ഈശ്വറൊക്കെ വരുന്നത്. അതിങ്ങനെ മറ്റ് ആരാധനാലയങ്ങളിൽ പോകാറ്? ഞാൻ ആരാധനാലയങ്ങളിൽ പോയിട്ട് വോട്ട് ചോദിക്കാറില്ല. അമ്പലത്തിലും പള്ളികളിലും പോയിട്ട് വോട്ട് ചോദിക്കുന്ന രീതി എനിക്കില്ല. ഞാൻ മിക്കവാറും എല്ലാ ക്രൈസ്തവ സഭ വിശ്വാസികളുടെയും ആരാധനാലയങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കുറേയേറെ പുരോഹിതരെ വിവിധ സെമിനാരികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും പോയിട്ട് ഞാൻ അങ്ങനെ വോട്ട് ചോദിക്കാറില്ല. ഈ ക്രൈസ്തവരുടെ വോട്ട് ഈ പറയുന്ന സ്വാഭാവികമായി ഇന്ത്യ സർക്കാരിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടോ? അത് എന്തുകൊണ്ട് ഉണ്ടാകണം എന്നാണ് പറയുന്നത്? നിങ്ങൾ ഇത് മുന്നണിക്കല്ല, ആളുകളല്ലേ വോട്ട് ചെയ്യുന്നവര്. അത് ഓരോരുത്തരുടെയും തീരുമാനമല്ലേ. അല്ലാതെ ഒരു കൂട്ടായ ഒരു തീരുമാനമെടുത്ത് നമുക്ക് പോയിട്ട് വോട്ട് ചെയ്യാം എന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം പേരും സ്വന്തം നിലക്കല്ലേ തീരുമാനം എടുക്കുന്നത്. മണിപ്പൂര് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നല്ലാതെ മണിപ്പൂര് വേറെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. മണിപ്പൂർ മുഖ്യമന്ത്രിക്കെതിരെ വരെ വലിയ പ്രതിഷേധവും അല്ല, മണിപ്പൂരിലുള്ളതെന്ന് വെച്ചാല് എന്താണ് പറയേണ്ടത്, ഗോത്ര കലാപമാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല. നിങ്ങൾ ലോകത്തിലെ ഗോത്രങ്ങളുടെ ഉത്ഭവവും അവയുടെ പരിണാമവും ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗോത്രങ്ങളിലും ഈ ഗോത്ര സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ അത്.
അതിൽ പ്രത്യേകിച്ച് മറ്റൊരു രാഷ്ട്രീയം മറ്റൊരു രാഷ്ട്രീയം ഇല്ല അതിനകത്ത്. ആളുകൾ കാണുന്നില്ല. പിന്നെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെയുള്ള ഈ സഭയുടെ പ്രതിനിധികളടക്കം പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അല്ല, അത് അവർ തിരുത്തിയിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ അത് കാണില്ല. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് മാത്രമേ കാണൂ, തിരുത്ത് കാണില്ല. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ പ്രചരണം? ഇനിയിപ്പോ അടുത്ത ഈസ്റ്ററൊക്കെയാണ്, എങ്ങനെയാണ് മുന്നോട്ടുള്ള പ്രചരണം? അല്ല, പ്രചരണത്തിന്റേതായ രീതിയിൽ അതിന് ഒരുപാട് പേരില്ലേ. സ്ഥാനാർത്ഥി മാത്രമല്ലല്ലോ പ്രചരണത്തിൽ ഏർപ്പെടുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ NDAയുടെയും എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രവർത്തകരില്ലേ. അവരാണ് പ്രചരണത്തിൽ ഏർപ്പെടുന്നത്, അവരാണ് പ്രവർത്തിക്കുന്നത്. അല്ല, സ്ഥാനാർത്ഥി മാത്രം പ്രവർത്തിച്ചിട്ടല്ലോ നേടുന്നത്. പിന്നെ എല്ലായിടത്തും മോദിയുടെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ. മോദി ഫാക്ടർ ഈസ് എ റിയാലിറ്റി.